ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ കൊടൈക്കനാലിൽ അധികം ആരും കാണാത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര. കൊടൈക്കനാൽ ടൗണിൽ നിന്നും കുറച്ചു മാറി ചിന്നപ്പള്ളം എന്ന് പറഞ്ഞ ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലെ ഒരു സ്റ്റേയിലേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര. പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ. നമ്മുടെ കോട്ടേജിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് ഇവിടെ വന്ന് നമുക്ക് കാണാൻ പറ്റുക. അവിടെ എത്തിയ ശേഷം ചുമ്മാ കാഴ്ചകൾ കാണാനായി ഞങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. ഇവിടുന്ന് നോക്കിയാൽ കൊടൈക്കനാലിൻ്റെ ചില ഭാഗങ്ങളും കാണാൻ പറ്റും. അങ്ങനെ കാഴ്ചകൾ കണ്ട് നടക്കുന്നതിനിടെ ഒരു കൂട്ടം കാട്ടുപോത്തുകളെയും ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഭാവം മാഞ്ഞേ മേലെ വെൺമുകിലും കണ്ടേ, ഓരത്തൊരു മലരും നിൽപ്പേ, കളിപാടും കിളിയെ കണ്ടേ, ഞാനെന്ന ഭാവം മാഞ്ഞേ. ഞങ്ങൾ ആ കാഴ്ചയും കണ്ടതിന് ശേഷം വീണ്ടും കുറച്ചുകൂടെ മുകളിലേക്ക് നടന്നു പോയി. അവിടെ നിന്ന് നോക്കിയാലാണ് കൊടൈക്കനാലിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റുക. ഇവിടെ നല്ല മഞ്ഞും നല്ല കാറ്റും വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഇവിടം. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന പോലെ ഇവിടെ വളരെ അധികം കാറ്റ് വീശുന്ന ഒരു സ്ഥലം കൂടെയാണിത്. കുറച്ചു മുമ്പേ ഇവിടെ ഫുള്ള് മഞ്ഞായിരുന്നു, അതുകൊണ്ട് കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ ക്ലിയർ ആയതോടുകൂടി കൊടൈക്കനാലിൻ്റെ ടൗണിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ആ കാഴ്ചകൾ കണ്ട് തിരിച്ചു വരുമ്പോൾ ശരിക്കും സ്വർഗതുല്യമായ ഒരു അനുഭൂതിയാണ് അവിടെ ഉണ്ടായിരുന്നത്. കാരണം ഫുള്ള് കോടമഞ്ഞ് മൂടി നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു അവിടെ. മഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ, മേലെ വെൺമുകിലും കണ്ടേ, ഓരത്തൊരു മലരും നിൽപ്പേ, കളിപാടും കിളിയെ കണ്ടേ, ഞാനെന്ന ഭാവം മാഞ്ഞേ. ഇവിടുന്ന് തൊട്ട് താഴെ കാണുന്നതാണ് നമ്മുടെ കോട്ടേജ്.
നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മുടെ റൂം തുറന്ന് കാണുമ്പോഴുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച കോട്ടേജ്. കോട്ടേജിൻ്റെ പേര് ട്രാങ്ക്ലാൻഡ് എന്നാണ്. അപ്പോൾ കോട്ടേജിൻ്റെ ബുക്കിങ്ങിനും ഡീറ്റെയിൽസിനും വേണ്ടി അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. ആവശ്യമുള്ളവർക്ക് അതുവഴി അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോട്ടേജിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല സർവീസാണ്. പിന്നെ ഫാമിലിക്കാണെങ്കിലും ബാച്ചിലേഴ്സിനാണെങ്കിലും ഇഷ്ടം പോലെ സ്പേസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്കൊരു വലിയൊരു ഫാമിലിയായിട്ട് വരികയാണെങ്കിലും ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ, ഒടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ, മേലെ വെൺമുകിലും കണ്ടേ, ഓരത്തൊരു മലരും നിൽപ്പേ, കളിപാടും കിളിയെ കണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ. ആടിക്കാറിളകി വരുന്നേ, അരയാലില ആടിയുറഞ്ഞേ, കുഴലൂതണ നാദം കേട്ടേ, നാടാകെ നടനം കണ്ടേ. ആടിക്കാറിളകി വരുന്നേ, അരയാലില ആടിയുറഞ്ഞേ, കുഴലൂതണ നാദം കേട്ടേ, നാടാകെ നടനം കണ്ടേ. ചാരത്തൊരു മഴവില്ലുണ്ടേ, ചാരത്തൊരു മഴവില്ലുണ്ടേ, ചേലൊത്ത നിറങ്ങൾ തന്നേ, കാണാത്തൊരു കനവും കണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ. മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ, പൊടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ. കോട്ടേജൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം വെറുതെ ഒന്ന് നടക്കാനായി കോട്ടേജിൻ്റെ പുറത്തോട്ട് ഇറങ്ങി. ആ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് പീസ്ഫുള്ളായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. നല്ല കാറ്റും മഞ്ഞും പിന്നെ തണുപ്പും. ഈ സ്ഥലത്ത് വന്ന ഇത് മൂന്നും നിങ്ങൾക്ക് ഒട്ടും മിസ്സാവില്ല. പാരാകെ തേടി നടന്നേ, വമ്പന്മാർ നമ്മളിലുണ്ടേ, വമ്പന്മാർ നമ്മളിലുണ്ടേ, വമ്പത്തരമേറെ കണ്ടേ, അവരെ കണ്ടൂറ്റം കൊള്ളാം ഞാനെന്ന ഭാവം മാറ്റാം. മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ, പൊടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ, മേലെ വെൺമുകിലും കണ്ടേ, ഓരത്തൊരു മലരും നിൽപ്പേ, കളിപാടും കിളിയെ കണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ. ഈ സ്ഥലത്തിൽ മറ്റെല്ലാത്തിനേക്കാൾ കൂടുതൽ എന്നെ ആകർഷിച്ചത് ഇവിടുത്തെ കാറ്റാണ്. ഈ കാറ്റും ആ കാറ്റിലാടുന്ന മരങ്ങളും അതൊരു പ്രത്യേക സൗന്ദര്യം തന്നെയാണെന്ന് ഇവിടെ വന്നപ്പോൾ തോന്നി. കളിപാടും കിളിയെ കണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ.
സ്റ്റേന് കുറച്ച് അടുത്ത് തന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും ബൈക്ക് കൊണ്ട് തന്നെ ആ സ്ഥലത്തെത്തി. ഈ കാണുന്ന മലയുടെ മുകളിൽ നിന്നാണ് ബൈക്ക് ഓട്ടി ഞങ്ങൾ താഴെ എത്തിയത്. കടലും കണ്ടേ, കരിയാടണ കാടും കണ്ടേ, ഒടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ. മേലെ വെൺമുകിലും കണ്ടേ, ഓരത്തൊരു മലരും നിൽപ്പേ, കളിപാടും കിളിയെ കണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.